Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഓലയമ്പാടി മടയമ്മക്കുളത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാതെ പോലീസ്. വിവാഹത്തിനായി സ്വരുക്കൂട്ടി വെച്ച സ്വർണമാണ് വീട്ടിൽ നിന്നും മോഷണം പോയത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ സ്മരണകളുയർത്തി ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു. പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും വചനപാരായണവും നടന്നു. ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. കോറോം രക്തസാക്ഷികളെ അനുസ്മരിച്ചുള്ള 77-ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൂർക്കര കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കരിവള്ളൂർ ഫെസ്റ്റിന് തുടക്കമായി. കരിവള്ളൂർ AV സ്മാരക സ്കൂൾ മൈതാനിയിൽ നടന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം MLA-മാരായ TA മധുസൂദനൻ, M രാജഗോപാലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഓലയമ്പാടി മടയമ്മക്കുളത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചില്ല. മകളുടെ വിവാഹത്തിനായി സ്വരുക്കൂട്ടി വെച്ച സ്വർണമാണ് വീട്ടിൽ നിന്നും മോഷണം പോയത്. ഓലയമ്പാടി മടയമ്മക്കുളത്തെ VV കുഞ്ഞാമിനയുടെ വീട്ടിലായിരുന്നു ഏപ്രിൽ 2-ന് രാത്രിയിൽ മോഷണം നടന്നത്. വീടിനകത്ത് 2 മുറികളിൽ അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച 29 പവൻ സ്വർണവും 20,000 രൂപയുമാണ് മോഷണം പോയത്. മൂത്ത മകൾ ഫാത്തിമയുടെ വിവാഹം ജൂൺ മാസത്തിൽ നടത്താനിരിക്കെയാണ് വിവാഹത്തിനായി കരുതിയ സ്വർണം ഉൾപ്പെടെ മോഷണം പോയത്. ഇതോടെ ഏറെ പ്രയാസത്തിലായിരിക്കുകയാണ് ഈ കുടുംബം. ഏപ്രിൽ 2-ാം തീയതി രാത്രിയാണ് സംഭവം ഉണ്ടായിന്. എൻ്റെ മകളെ കല്യാണം, മൂത്ത മകൾ ഫാത്തിമാൻ്റെ കല്യാണമാണ്. ജൂണിലാണ് കല്യാണം. അവർ മഹർ കൊടുത്ത മാല വരെ പോയിട്ടുണ്ട്. കല്യാണത്തിന് സ്വരൂപിച്ച സ്വർണങ്ങളെല്ലാം പോയത്. പോലീസിൻ്റെ ഇത് നടത്തുന്നുണ്ട്. ഒന്നും ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ല. അന്വേഷണം നടത്തിക്കൊണ്ടുണ്ട്. ഭയങ്കര വിഷമത്തിലായില്ലതിപ്പോൾ. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. യേശുക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ സ്മരണകളുയർത്തി ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു. പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും വചനപാരായണവും നടന്നു. ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. താഴ്മയുടെ പ്രതീകമായി യേശുക്രിസ്തു ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്ത് കയറി പ്രവേശനം നടത്തിയതിന്റെ ഓർമ്മയാണ് ഓശാന പെരുന്നാൾ അഥവാ കുരുത്തോല ഞായർ ആചരണം. ഇസ്രായേൽ ജനം സൈത്തിൻ കൊമ്പുകൾ വീശി ദാവീദിൻ സൂതന് ഹൊസാന പാടി എതിരേറ്റതിന്റെ ഓർമ്മ പുതുക്കി വിവിധ പള്ളികളിൽ കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും നടന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ഓശാന ഞായറിന് തുടക്കമിട്ട് ഉർസുലൈൻ കോൺവെന്റിൽ നിന്ന് ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കലിന്റെ നേതൃത്വത്തിൽ കുരുത്തോല പ്രദക്ഷിണം നടന്നു. സന്യസ്തരും 100 വിശ്വാസികളും കുരുത്തോലകൾ കൈകളിലേന്തി ഓശാന പാടി പള്ളിയിലേക്കെത്തി. വിശുദ്ധ വാരത്തിലെ തിരുക്കർമ്മങ്ങൾക്കും ഇതോടെ തുടക്കമായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോറോം രക്തസാക്ഷികളെ അനുസ്മരിച്ചുള്ള 77-ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൂർക്കര കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കോറോം രക്തസാക്ഷികളെ അനുസ്മരിച്ചുള്ള 77-ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൂർക്കര കേന്ദ്രീകരിച്ച വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലും ഈ ഭരണം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കാര്യമായിട്ട് വ്യത്യാസമില്ലാത്തതാണ്. അതുകൊണ്ട് കോൺഗ്രസിനെതിരായിട്ട് കിട്ടുന്ന ഏത് അവസരത്തിന്റെ അടുത്തെല്ലാം വലിയ ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിൽ കൂടി നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വം വിപ്ലവം നടത്താമെന്നായിരുന്നു ആ പ്രമേയത്തിന്റെ കാതലായ ഉള്ളടക്കം. അതിനാധാരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ലോകമഹായുദ്ധം 1945 അവസാനിക്കുന്ന കാലത്ത് നമ്മുടെ ബോംബെ തീരത്ത് ഓഫ്ഷോറിൽ നിന്ന് ആ സമയത്ത് ഇന്ത്യൻ നേവിക്കകത്തുള്ള ഇന്ത്യൻ നേവിയിലെ നേവി ഉദ്യോഗസ്ഥന്മാർ അവര് സമരം തുടങ്ങി. നിങ്ങൾക്കെല്ലാം അറിയുള്ളതുപോലെ അന്നത്തെ കാലത്ത് അവര് ആ സമരം തുടങ്ങാൻ കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ബോംബെയിലും പൂനെയിലും മറ്റ് ഇന്ത്യക്കത്തെമ്പാടും ആഞ്ഞടിക്കുന്ന വലിയ സമരങ്ങളുടെ തീനാളങ്ങൾ അവിടെ ഹൃദയത്തിൽ കൊണ്ടുവരുകയിലാണ്. അവരാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഭാഗമായിരുന്ന അവരാണ് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് വലിച്ചു കാറ്റിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്നത്തെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പതാക ഉയർത്തി. നമുക്ക് എല്ലാവരും അറിയാം. സംഘാടക സമിതി ചെയർമാൻ എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ, TI മധുസൂദനൻ MLA, KV ബാബു, P ശശിധരൻ, P സന്തോഷ്, V കുഞ്ഞികൃഷ്ണൻ, സരിൻ ശശി, KV ലളിത, സംഘാടക സമിതി ജനറൽ കൺവീനർ P ഗംഗാധരൻ, C കൃഷ്ണൻ, V നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കരിവെള്ളൂർ ഫെസ്റ്റിന് തുടക്കമായി. കരിവെള്ളൂർ AV സ്മാരക സ്കൂൾ മൈതാനിയിൽ നടന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം MLA-മാരായ TI മധുസൂദനനും M രാജഗോപാലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കരിവെള്ളൂർ ഫെസ്റ്റിന് തുടക്കമായി. കരിവെള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ MLA-മാരായ TI മധുസൂദനൻ, M രാജഗോപാലൻ എന്നിവർ ചേർന്ന് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂരിന് മഹനീയമായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട് എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സമൂഹത്തിൻ്റെ ഗുണപരമായ മാറ്റത്തിന് ആവശ്യമായിട്ടുള്ള കാർഷിക പോരാട്ടങ്ങളുടെ രംഗത്തും സാംസ്കാരിക മേഖലയിലും ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള പണ്ഡിതവര്യന്മാരായിട്ടുള്ള ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ളൊരു മണ്ണാണ് ഈ കരിവെള്ളൂരിൻ്റെ മണ്ണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ സ്കൂളേഴ്സ് ഗവ് AVയുടെ സ്മരണ തുടിക്കുന്ന വിദ്യാലയമാണ്. ഈ വഴികളിലൂടെയെല്ലാം ഒരു വളഞ്ഞ കാലുള്ള കൊടയും ഏന്തി ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡൻ്റായിട്ട് നടന്നിട്ടുള്ള കൃഷ്ണമാസ്റ്റർ നമ്മുടെ സ്മൃതി പത്രങ്ങളിലുണ്ട്. അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീത്വത്തിൻ്റെ പോരാട്ടമുഖങ്ങളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, C ബാലകൃഷ്ണൻ, AV ബാലൻ, പഞ്ചായത്ത് സെക്രട്ടറി K ശൈലജ, K നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പയ്യന്നൂർ CI KP ശ്രീഹരി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിക്കെതിരെ പന്തം കൊളുത്തി ബോധവൽക്കരണം നടത്തുകയും ബലൂണുകൾ ആകാശത്തിലേക്ക് പറത്തുകയും ചെയ്തു. കരിവെള്ളൂരിന്റെ ചരിത്രവും സംസ്കാരവും തെയ്യം കലകളും പരിചയപ്പെടുത്തുന്ന പ്രദർശനം, അമ്യൂസ്മെന്റ് പാർക്ക്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കാർഷിക സർവകലാശാല, എക്സൈസ് തുടങ്ങിയ സർക്കാർ പവലിയനുകൾ എന്നിവയും ഫെസ്റ്റിലുണ്ടാകും. ദിവസവും വൈകിട്ട് 4 മുതൽ 11 വരെയാണ് ഫെസ്റ്റ് നടക്കുക. എല്ലാ ദിവസവും രാത്രി 8:30 വിവിധ കലാപരിപാടികളും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മേടസംക്രമം തൊഴാൻ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. വിഷുസംക്രമത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. വിഷു സംക്രമം തൊഴാൻ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ഞായറാഴ്ച രാവിലെ മുതൽ ക്ഷേത്രം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് വിഷു സംക്രമത്തിന് പയ്യന്നൂർ പെരുമാൾ സന്നിധിയിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജകളും ചടങ്ങുകളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മേടസംക്രമ ദിനം പുലർച്ചെ മുതൽ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരം വിഷു വിപണന കേന്ദ്രമായി മാറും. മേടസംക്രമം തൊഴാനെത്തുന്നവർ കണിയൊരുക്കാനുള്ള വിഭവങ്ങൾ വാങ്ങുക ഇവിടെ നിന്നാണ്.
മേടസംക്രമ ദിനത്തിൽ പയ്യന്നൂർ പെരുമാളെ തൊഴാനെത്തുന്നവർക്ക് വിഷുക്കണിക്കായുള്ള വിഭവങ്ങളെല്ലാം ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ ലഭിക്കും. വീടുകളിൽ കണിയൊരുക്കുന്നവർ സാധന സാമഗ്രികൾ വാങ്ങുന്ന തിരക്കിലാണ്. കണിക്കൊന്ന മുതൽ ചക്ക, മാങ്ങ, മറ്റ് ഫലവർഗ്ഗങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം വിലപേശി വാങ്ങുന്ന കാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ മുതൽ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് കാണാൻ സാധിച്ചത്. ഒപ്പം പുതിയ കാലത്ത് കൈകളിൽ വളക്കിലുക്കൻ കേൾക്കാൻ കരിവളകൾ തേടിയെത്തിയവരും കുറവല്ല. മൺപാത്രങ്ങൾക്കും കണിവെള്ളരിക്കും കണിക്കൊന്ന പൂക്കൾക്കുമാണ് ഏറെയും ആവശ്യക്കാരുള്ളത്. നാടുനീളെ കൊന്ന പൂത്തതിനാൽ കണിക്കൊന്ന പൂക്കൾക്ക് ഇത്തവണ ക്ഷാമമുണ്ടായില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂരിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകനും പ്രമുഖ സഹകാരിയും മികച്ച കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ പി ഭാസ്കരൻ മാസ്റ്റർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം വെള്ളൂരിലെ പൊതുശ്മശാനത്തിൽ നടന്നു. വെള്ളൂരിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകനും അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവും പ്രമുഖ സഹകാരിയും മികച്ച കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ പി ഭാസ്കരൻ മാസ്റ്റർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, വത്സൻ പാനോളി, CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, സരിൻ ശശി, V കുഞ്ഞികൃഷ്ണൻ, C കൃഷ്ണൻ, V നാരായണൻ, KV സുധാകരൻ എന്നിവർ ചേർന്ന് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. TA മധുസൂദനൻ MLA, നേതാക്കളായ M പ്രകാശൻ മാസ്റ്റർ, PK ശ്രീമതി ടീച്ചർ, P ശശിധരൻ, പ്രൊഫസർ E കുഞ്ഞിരാമൻ, മുസ്ലിം ലീഗ് നേതാവ് KT സൗദുള്ള തുടങ്ങി നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ വെള്ളൂരിലെ പൊതുശ്മശാനത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ഗ്രന്ഥാലയം 47-ാം വാർഷികാഘോഷവും അനുസ്മരണവും സംഘടിപ്പിച്ചു. സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ഗ്രന്ഥാലയം 47-ാം വാർഷികാഘോഷവും അനുസ്മരണവും സംഘടിപ്പിച്ചു. സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഗായത്രി മന്ത്രം അറിയാത്ത ഒരു വീടുമില്ല കുട്ടികൾക്ക്. 2-3 വയസ്സുള്ള കുട്ടികൾ ഗായത്രി മന്ത്രവും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന്, ഞാനൊരു മാസം മുമ്പ് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി. എന്റെയൊക്കെ കുടുംബത്തിന്റെ മൂലക്ഷേത്രം ഏറ്റുമാനൂർ അമ്പലമാണ്. അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ ഒരു 3 വയസ്സ് കഷ്ടിയുള്ള ഒരു കുട്ടി, ആ 3 വയസ്സ് കഷ്ടിച്ചുള്ള ഒരു കുട്ടിയെ ഏറ്റുമാനൂർ അമ്പലത്തിന്റെ കൃഷ്ണന്റെ പ്രതിഷ്ഠ, കൃഷ്ണൻ ഇപ്പുറം മാറിയിരിക്കുന്നുണ്ട്. ആ കൃഷ്ണന്റെ പ്രതിഷ്ഠയുടെ മുന്നിൽ അതിന്റെ അമ്മ കാത്തു നിൽക്കുക. ഈ കുട്ടി വിഷ്ണു സഹസ്രനാമത്തിന്റെ കുറേ ഭാഗം ചൊല്ലി തീർക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. തെറ്റെന്നല്ല, ശരിയാണ്, നല്ലതാണ്. പക്ഷെ ആ കുട്ടിയിലേക്ക് പോകുന്നത് ഈ ഉരുവിട്ട് പഠിക്കാനുള്ള കേപ്പബിലിറ്റിയോ ഓർമ്മ നിൽക്കാനുള്ള കേപ്പബിലിറ്റിയോ ഒന്നുമല്ലാതെ ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ വലിയ ഭാഗമാണെന്നും എങ്ങനെയാണെന്നും പറയുന്ന ഐതിഹ്യങ്ങളിലേക്ക്, വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകുന്നില്ല. മതങ്ങൾ, ജാതികൾ, ചിന്തകൾ ഇതൊക്കെ മനുഷ്യനെ വിഭജിക്കാനുള്ളതാണെന്ന് പറയുന്ന ചിന്തയിലേക്ക് ആധുനിക കാലം നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ശാസ്ത്ര അവബോധത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട്. ഇതിനൊക്കെ ബദലാണ് ഗ്രന്ഥശാലകളും വായനശാലകളും അതിന്റെ പ്രവർത്തനങ്ങളുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗായത്രി വർഷ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. KV വാസു, A ശ്രീധരൻ മാസ്റ്റർ, P വിജയലക്ഷ്മി ടീച്ചർ, OK വാസു, V ശങ്കരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്തരിച്ച പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാമന്തളി കാരന്താട്ടെ മൂട്ടിൽ സുധാകരന് നാടിന്റെ അന്ത്യാഞ്ജലി. അസുഖബാധിതനായെ തുടർന്ന് ശനിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത്. അന്തരിച്ച പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാമന്തളി കാരന്താട്ടെ മുട്ടിൽ സുധാകരന് നാടിന്റെ അന്ത്യാഞ്ജലി. ഭൗതിക ശരീരം പയ്യന്നൂരിലെ കോൺഗ്രസ് ആസ്ഥാനമായ ഗാന്ധി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പിന്നീട് കാരന്താട്ടെ വസതിയിലെത്തിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, നൌഷാദ് വാഴവളപ്പിൽ, KK സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K ജയരാജ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവ് വിഷുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് മാലിന്യ ശേഖരണ സംവിധാനം ഒരുക്കി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത്. മാലിന്യ ശേഖരണ സംവിധാനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവ് വിഷുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് മാലിന്യ ശേഖരണ സംവിധാനം ഒരുക്കി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത്. ഓലക്കൊട്ടകൾ, ബിന്നുകൾ, ബോട്ടൽ ബൂത്തുകൾ മുതലായവ മാലിന്യ ശേഖരണത്തിനായി മല്ലിയോട്ട് പാലോട്ടുകാവിന് കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനവും മാലിന്യ ശേഖരണ സംവിധാനങ്ങൾ കൈമാറുന്ന ചടങ്ങും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം, ഇന്ന് എല്ലായിടങ്ങളിലും ശുചിത്വ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ഘടക സ്ഥാപനങ്ങളും പൊതു ഇടങ്ങളുമെല്ലാം തന്നെ
മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഓരോ ഉത്സവങ്ങളും ഹരിത ഉത്സവങ്ങളായി മാറ്റിക്കൊണ്ട് നടത്തപ്പെടണം എന്നുള്ള രീതിയിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഓലക്കൊട്ടകളും അതുപോലെ തന്നെ ബിന്നുകളും ഉത്സവം നടക്കുന്ന ഈ മല്ലോട്ട് പാലോട്ട് കാവിന് നൽകിക്കൊണ്ട് നമ്മുടെ മാലിന്യമുക്ത പ്രഖ്യാപനം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമുക്കറിയാം എല്ലായിടങ്ങളും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ ശുചീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ പറയുന്ന രീതിയിലേക്ക് മാലിന്യമുക്തം എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 6ാം വാർഡ് മെമ്പർ ഇ സന്ദീപ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജിഷ ബേബി, MV അശോകൻ എന്നിവർ സംസാരിച്ചു. മല്യോട്ട് പാലോട്ടുകാവ് നാലൂര് സമുദായിമാരും ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി അടുത്തുള്ള ഇന്ദിരാജി ഭവനിൽ ടി കരുണാകരൻ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. KSSPA സംസ്ഥാന നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച P കരുണാകരൻ മാസ്റ്ററെ ജന്മനാട് അനുസ്മരിച്ചു. അടുത്തിലയിലെ ഇന്ദിരാജി ഭവനിൽ P കരുണാകരൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയ അധ്യാപക വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പാടുള്ള ഒരു വൃത്തിയാണ്. കുട്ടികളുടെ മൈൻഡ് ട്രെയിൻ ചെയ്തെടുക്കുന്ന ജോലിയാണ്. പഴയകാലത്ത് അധ്യാപകർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നത്തെ കുട്ടികളെ പോലൊരു ഭൗതിക സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികളുടെ ഭൗതിക സമ്പത്ത് എന്ന് പറയുന്നത് ഒരു അധ്യാപകന് കണ്ടെത്താൻ കഴിയുന്നതിനപ്പുറത്താണ്. പഴയ കാലത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അധ്യാപകൻ തന്നെ ഒരു വിദ്യാർത്ഥിയായി മാറണം. അടുത്ത ദിവസം പ്രിപ്പറേഷൻ നടത്തണം. ആ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞ് പിറ്റേന്ന് ക്ലാസ്സിൽ വന്നാൽ കുട്ടികൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് അധ്യാപകന് കൃത്യമായിട്ട് അറിയാം. അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. V രാജൻ, M പവിത്രൻ, PV ധനലക്ഷ്മി, VP ശേഖരൻ, KVN കുഞ്ഞമ്പു, K ശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഷുച്ചന്ത ശ്രദ്ധേയമായി. വിഷുക്കണി വയ്ക്കാനുള്ള സാധനങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവയാണ് വിഷുച്ചന്തയിൽ ഉൾപ്പെടുത്തിയത്. നാടൻ വെള്ളരി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ, വിഷുക്കണി വയ്ക്കാനുള്ള മറ്റ് സാധനങ്ങൾ, മൺപാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പലഹാരങ്ങൾ, പായസം തുടങ്ങിയവയാണ് വിഷുചന്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും കുടുംബശ്രീ CDS വിഷുചന്ത ഒരുക്കാറുണ്ട്. നിരവധി പേരാണ് ഇത്തവണയും സാധനങ്ങൾ വാങ്ങാനായി എത്തിയത്. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിഷുച്ചന്തയാണ് 9, 10, 11, 12 തീയതികളിൽ 4 ദിവസങ്ങളായി നടന്നു വരുന്നു. അപ്പോൾ കണിന്റെ സാധനങ്ങളെല്ലാം കണിവെള്ളരി, പിന്നെ പലഹാരങ്ങൾ, മൺപാത്രം, പായസമടക്കം ഉണ്ട്. ഓരോ ദിവസവും പലതരം പായസങ്ങളുണ്ട്. പിന്നെ അച്ചാറ്, പലഹാരങ്ങൾ, എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും ചന്തയിലുണ്ട്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഏഴാം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിഷുചന്തയിലൂടെ വിപണിയിലെത്തിച്ചത്. ഏപ്രിൽ 9 മുതലാണ് ബസ് സ്റ്റാൻഡിൽ വിഷുചന്ത ആരംഭിച്ചത്. ഇത് കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്രോത്സാഹനവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സാധുസേവാ സമിതി പയ്യന്നൂർ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സംഗമവും ഭക്ഷ്യക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സാധുസേവാ സമിതി പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ നിർധന കുടുംബത്തിൽപ്പെട്ട ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയവ പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവും ജീവകാരുണ്യ സംഗമവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ ജീവകാരുണ്യ പ്രവർത്തകൻ ഇല്യാസ് പുഞ്ചക്കാട് മുഖ്യാതിഥിയായി. KV പവിത്രൻ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ പയ്യന്നൂർ, കുന്നുമ്മൽ രാജൻ, പെരിങ്ങോം ഹാരിസ്, KP ലതികേഷ്, നിതീഷ് KV, ഷാജി മമ്പലം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഫാമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മികച്ച പച്ചക്കറി കൃഷിക്കാരെ അനുമോദിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബിന്റെയും ഇക്കോ ഷോപ്പിന്റെയും നേതൃത്വത്തിൽ മികച്ച പച്ചക്കറി കൃഷിക്കാരെ അനുമോദിച്ചു. ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് കൃഷിക്കാരെ അനുമോദിച്ചു.
സഹകരണ ബാങ്കിൻ്റെ, ഫാമേഴ്സ് ക്ലബിൻ്റെ, അതുപോലെ തന്നെ ഇക്കോ ഷോപ്പിൻ്റെയും നേതൃത്വത്തിൽ ഒരു 2-3 മാസം മുന്നേ ഞാൻ തന്നെയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് കർഷകർക്ക് വിത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൃത്യമായി ഇതിനെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ആരാണോ വളരെ നന്നായി കൃഷി ചെയ്യുന്നത് അവർക്കുള്ള അനുമോദനം ഭാവിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് തന്നെ ഈ വിഷു സമയത്ത് തന്നെ ഇവർക്കൊരു വിഷു കൈനീട്ടം എന്നുള്ള രീതിയിൽ ഈ 4 കർഷകരെ ആദരിക്കാൻ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഫാമേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു. വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മറ്റ് ബാങ്കുകൾക്കും കൂടി പ്രചോദനം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. അവരുടെ ഫാമേഴ്സ് ക്ലബ്ബാണെങ്കിലും ഞാനിവിടെ ചാർജിൽ വന്നതിന് ശേഷം തന്നെ ഒരുപാട് പരിപാടികളിൽ ഇവരുടെ കൂടെ അതിന് ഭാഗവാക്കാകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിരാമൻ മാസ്റ്റർ, ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 1978 സ്ഥാപിതമായ പഴയങ്ങാടി ബ്ലാക്ക് കോബ്ര സ്പോർട്സ് ക്ലബിന്റെ സ്പോർട്സ് ഫെസ്റ്റും ഫാമിലി മീറ്റും 19-ന് UAE-യിലെ JMR സ്പോർട്ടിംഗ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക മത്സരങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും അനുബന്ധമായി നടക്കും. 1978 സ്ഥാപിതമായ പഴയങ്ങാടി ബ്ലാക്ക് കോബ്ര സ്പോർട്സ് ക്ലബിന്റെ സ്പോർട്സ് ഫെസ്റ്റും ഫാമിലി മീറ്റും ഏപ്രിൽ 19-ന് UAE-യിലെ JMR സ്പോർട്ടിംഗിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലാക്ക് കോബ്രാസിലെ 1978 മുതലുള്ള താരങ്ങളും കുടുംബവും പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പതിറ്റാണ്ടുകളോളം ക്ലബിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്ന പഴയങ്ങാടിയിൽ നിന്നും പ്രതിനിധികൾ കുടുംബസമേതം പങ്കെടുക്കും. ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നും പഴയകാല താരങ്ങൾ ഫെസ്റ്റിലെത്തും. കാൽപന്ത്, ക്രിക്കറ്റ് തുടങ്ങിയ കായിക മത്സരങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും അനുബന്ധമായി നടക്കും. PV ശ്രീധരൻ, SV നാസർ, SV നിസാർ, U പവിത്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1976-77 ബാച്ച് 11ാം വാർഷികം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1976-77 SSLC ബാച്ച് 11ാം വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നമ്മുടെ കൂടെ ഓടിച്ചാടി എല്ലാ രംഗത്തും സജീവമായ വ്യക്തിത്വമാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്തായി ഒരുപാട് വേദികളിൽ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ബാലസമാഷ വീട്ടിൽ ഞാൻ പോകാറുണ്ട്. കാരണം ബാലസമാഷ എല്ലാ വീട്ടിലും പോകാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല. ഞാൻ ബാലമാഷം വീട്ടിൽ പോകുന്നത് വെറുതെ സ്വറം പറഞ്ഞിരിക്കാൻ ഏതെങ്കിലും സമയം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മാഷം വീട്ടിൽ പോകാനും മാഷ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും. ഡോക്ടർ M ബാലൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. K ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. T ജനാർദ്ദനൻ, നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KMPU പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിഷു കിറ്റുകൾ വിതരണം ചെയ്തു. ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് സമീപത്ത് നടന്ന ചടങ്ങിൽ വെച്ചാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. മാധ്യമപ്രവർത്തകരുടെ ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കായി വിഷു കിറ്റുകൾ വിതരണം ചെയ്തു. മാതമംഗലം കൂട്ടായ്മയുടെ സഹകരണത്തോടെ ലഭിച്ച പച്ചക്കറി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തത്. KMPU മേഖലാ പ്രസിഡന്റ് നീതു അശോക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KMPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസാദ് കാങ്കോൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷു ആഘോഷിക്കാൻ വേണ്ടിയുള്ള ചെറിയ പച്ചക്കറികളും ചെറിയൊരു കിറ്റുകളാണ് പ്രശ്നം കൊടുക്കുന്നത്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുകയാണ് സംഘടന. എങ്കിലും ഇതുമാതിരിയുള്ള ചെറിയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പയ്യന്നൂർ മേഖലയ്ക്ക് കഴിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തിരക്കിലാണ്. രക്ഷാധികാരി പീറ്റർ ഏഴിമല സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓലയമ്പാടി മടയമ്മക്കുളത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാതെ പോലീസ്. വിവാഹത്തിനായി സ്വരുക്കൂട്ടി വെച്ച സ്വർണമാണ് വീട്ടിൽ നിന്നും മോഷണം പോയത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ സ്മരണകളുയർത്തി ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു.
പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും വചനപാരായണവും നടന്നു. ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. കോറോം രക്തസാക്ഷികളെ അനുസ്മരിച്ചുള്ള 77ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൂർക്കര കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കരിവള്ളൂർ ഫെസ്റ്റിന് തുടക്കമായി. കരിവള്ളൂർ AV സ്മാരക സ്കൂൾ മൈതാനിയിൽ നടന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം MLAമാരായ TA മധുസൂദനൻ, M രാജഗോപാലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. എല്ലാ നെറ്റ്വർക്ക് പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.